വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സ്റ്റേക്ക് ചെയ്യാൻ പോവാണ്. സ്റ്റേക്ക് ഞാൻ എപ്പോഴും പോയി കഴിക്കും, ഇന്നുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇത് സ്റ്റേക്കിൻ്റെ റിബ്സാണ്. സോറി, എൻ്റെ ഇന്ന് ഉപ്പയുടെ അടുപ്പ് താഴ്പോയതാണേ. ആദ്യം കുറച്ച് കുരുമുളക് കൂടി ഇട്ടു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. രണ്ടെണ്ണം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഓയിൽ ഇട്ടിച്ച് കൊടുക്കാവേ. സെറ്റ്. അപ്പോൾ ഇത് കുറച്ച് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് കുരുമുളക് ഉപ്പുമൊക്കെ പിടിച്ചിട്ട് നമുക്കത് സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ആക്കാം, ഗ്രില്ല് ചെയ്യാം, അല്ല എന്താ പറയുക, അതന്നെ. നമ്മൾ ബട്ടർ ഇട്ടു, എണ്ണ നന്നായി ചൂടായി. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മീറ്റ് അതിനകത്തോട്ട് ഇടാം. ബീഫ് എടുക്കുമ്പോൾ നല്ല റിബ്സിൻ്റെ ഭാഗം തന്നെ എടുക്കണം, നല്ല ഫാറ്റ് ഉള്ളത് എടുക്കണം, അത് അടിപൊളിയാണ്. അതിൻ്റെ മേളിലോട്ട് കുറച്ച് വെളുത്തുള്ളി, നമുക്കിത് റോസ്മേരി ലീവ്സാണ്. ഇത് ഒന്ന് മൂക്കട്ടെ, നമുക്കിത് അടച്ചു കൊടുക്കാവേ. ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അടച്ചു തന്നിരിക്കട്ടെ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. സ്റ്റേക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് ഒത്തിരി അങ്ങ് മുരിക്കേണ്ട. റെഡിയായി നമ്മുടെ സ്റ്റേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് പുഴുങ്ങിയിട്ട് ഞാൻ ബട്ടർ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടുകൂടെ സ്മാഷ് പൊട്ടറ്റോ ആക്കിയിട്ടുണ്ട്, ബേബി കോണും ബ്രൊക്കോളിയും ക്യാരറ്റ്. അപ്പം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്, നമുക്ക് കഴിച്ച് നോക്കാം. ഒന്ന് കട്ട് ചെയ്യട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ. നമ്മുടെ പൊട്ടറ്റയ്ക്കകത്തോട്ടൊക്കെ ഒന്ന്
വെജീസ് എടുക്കാവേ, ഇത് കഴിച്ചോട്ടെ. കൊള്ളാം, സൂപ്പർ. എനിക്ക് ബേബി കോൺ ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോളാം. ഓക്കെ, ഇതുപോലെ റിബ്സായിട്ട് മേടിക്കാൻ കിട്ടും. അതായത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ലുലു ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ മിക്കവാറും ഉള്ളിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. ലുലുലൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങൾ മേടിക്കണം. എന്നിട്ട് ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മൾ ബ്ലാക്ക് പെപ്പറും സോൾട്ടും ഇട്ടിട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ ഗാർലിക്കും ബട്ടർ ഇട്ടിട്ട് ഗാർലിക്കും ഇത് നമ്മുടെ ഈ മീറ്റിൻ്റെ ആ പീസും അങ്ങോട്ട് ഇട്ട് അതിൻ്റെ മേളിലോട്ട് 2 റോസ്മേരിയുടെ ലീവ്സ് കൂടെ വെച്ചാൽ ആ ഹെർബ്സിൻ്റെ നല്ലൊരു നല്ല സ്മെല്ലാണേ. അതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ്. ഒരിക്കലും ഞാൻ ഓർത്തില്ല എനിക്ക് വീട്ടിൽ സ്റ്റേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന്. അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. ബാക്കി കഴിച്ച് തീർക്കട്ടെ. ബൈ.